ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ ആണ് ഇത്. 15.5-നെ 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ പോയിന്റ് ആണ് പ്രശ്നം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ 15.5-നെയും 0.5-നെയും താഴെ മുകളിൽ ഒരേ നമ്പർ കൊണ്ടാണ് ഇൻഡ് ചെയ്യാം. ഞാൻ 10 ഇൻഡ് ചെയ്തു. അപ്പൊ ആ താഴത്തെ പോയിന്റുകളൊക്കെ പോയി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 155/5 കിട്ടും. പോയിന്റ് ഒരു പ്ലേസ് മുന്നോട്ട് നീങ്ങും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ 155-ൽ എത്ര അഞ്ചുണ്ട് നോക്കിയാൽ മതി. 15-ൽ എത്ര അഞ്ചുണ്ട്? 3 പിന്നെ അടുത്ത 5-ല് 1. അപ്പൊ മൈൻഡിൽ തന്നെ നമ്മൾ കണക്കൂട്ടാൻ പറ്റും. ഈ പോയിന്റും കൂടെ ക്യാൻസൽ ആയി പോകുമെന്നും 155-ൽ എത്ര അഞ്ചുണ്ട്? 31. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതെന്താ വരിക? 625/25. അപ്പൊ ഇവിടെ പോയിന്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പോയിന്റ് പോകണമെങ്കിൽ നമുക്ക് ഇതിനെ 100 കൊണ്ട് ഇൻഡ് ചെയ്യണം, ഇതിനെ 100 കൊണ്ട് ഇൻഡ് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക ആലോചിച്ച് നോക്കിയേ. 100 കൊണ്ട് ഇൻഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ വരൂല, 2 പ്ലേസ് മുന്നോട്ട് പോകില്ല. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരൂല, ശരിയല്ലേ? ഇത് നോക്കുക, ഈ 625-ന് എത്ര 25 ഉണ്ട് നോക്കിയാൽ മതി. നമുക്കറിയാം 25-ന്റെ സ്ക്വയർ ആണ് 625. 625-ൽ എത്ര 25 ഉണ്ട്? 25 പ്രാവശ്യം. പിന്നെ ഇവിടെ 0 അങ്ങോട്ട് എഴുതാം. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം. ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യണതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതൊന്ന് നോക്കിയേ. ഇതിന് അതേപോലെ തന്നെ 2.25-ഉം 0.9 ആണ്. അപ്പൊ ഈ പോയിന്റ് പോകാൻ വേണ്ടി 2 പ്ലേസ് മുന്നിൽ നീക്കാം. അപ്പൊ ആൻസർ എന്താ വരിക? 2, 2, 5. അടിയിൽ 2 പ്ലേസ് നീക്കിയാൽ എത്രയാവും? 90 ആവും അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 225-ൽ എത്ര 9 ഉണ്ട് നോക്കാം. 225-ൽ എത്ര 9 ഉണ്ട് നോക്കാം. 22-ല് 2 9 18 ആണ്. ബാക്കി ഇവിടെ 4 ഉണ്ട്. 45-ല് 5 9 ആണ്. അപ്പൊ 25 എന്നുള്ള ആൻസർ കിട്ടിയണം. പക്ഷെ താഴത്തൊരു 0 ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഒരു പ്ലേസ് ബാക്കിൽ കുത്തിടണം. 2.5 എന്നാണ് ആൻസർ വരിക. കുറച്ച് പണിന്റെ നന്നായി പ്രാക്ടീസ് ചെയ്തെങ്കിലേ ഈ ആൻസർക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് പഠിക്കാം. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് 16.8-ഉം 0.21 ആണ്. 2 പ്ലേസ് മുന്നോട്ട് അടിയിലും മുകളിലും പോയിന്റ് അങ്ങോട്ട് മാറ്റാം. അപ്പൊ ഇത് 1680 ആവും. താഴത്ത് 21 ആവും. ചോദിച്ചേ, ഈ 2 നമ്പർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും? ഇതിന് 8 കൊണ്ട് ഗുണിച്ചതാണിത്, ഇതിന് 8 കൊണ്ട് ഗുണിച്ചതാണിത്. അതായത് 168-ല് 8 പ്രാവശ്യം 21 ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഇതിന്റെ ആൻസർ 8. ഇവിടെ 0 ഉണ്ട്, 80 ആണ് ഇതിന്റെ ആൻസർ. മൈൻഡിൽ തന്നെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പ്രോസസ് ഒക്കെ മൈൻഡിൽ കാണും. ഇതെന്തായാലും ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ആൻസർ എന്താ വരിക? 175/25. 2.5 ആണ്. ഈ പോയിന്റ് ഒരു പ്ലേസ് മുന്നിൽ നീക്കിയാൽ, അതായത് 10 കൊണ്ട് അടിയിലും മുകളിൽ കുളിച്ചാൽ 175-ല് എത്ര 25 ഉണ്ട് നോക്കാം. 100-ൽ എത്ര 25 ഉണ്ട്? 4 ഉണ്ട്. 75-ല് 3 ഉണ്ട്. 4 3 7 ഉണ്ട്. ഇങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നോർമൽ മെത്തേഡിൽ ചെയ്ത് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ കിട്ടും. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചോദ്യങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ കിട്ടും. ചെയ്തോളൂ.